ഹലോ എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു തണ്ണിമത്തനായിട്ടാണേ വന്നേ. അതായത് നമ്മളെ ബത്തക്ക. നമ്മൾ ബത്തക്ക എന്നാന്നേ പറയല്. കേൾക്കുന്നൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ തണ്ണിമത്തൻ എന്നെല്ലാം പറഞ്ഞേട്ടാ. ഇനി ബത്തക്ക എന്ന് തന്നെ പറയാം. അതാണ് ഒരു സുഖം. നമ്മളെപ്പം കഴിക്കുന്ന ഈ ബത്തക്ക ആരാന്നറിയാം നിങ്ങൾക്ക്? ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ പറയാം. നമ്മൾ ഈ ബത്തക്ക ഉണ്ടല്ലോ, അതിൻ്റെ ഈ ചുവപ്പ് സാധനം മാത്രമല്ലേ നമ്മൾ കഴിക്കല്ലോ, എന്നിട്ട് അതിൻ്റെ തോട് നമ്മൾ കളയും അല്ലേ? എന്നാലുണ്ടല്ലോ നമ്മൾ ഈ രസിച്ച് കഴിക്കുന്ന ചുവപ്പ് സാധനത്തിനെക്കാട്ടും ഗുണം ആ തോടിനാന്നാ പറയുന്നത്. നമ്മളെ ശരീരത്തിന് വേണ്ടുന്ന ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള, വിറ്റമിൻസ് ഉള്ള ഒരു സംഭവമാണ് ഈ തോട്. നമ്മളെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ കൂട്ടാനോ നമുക്കുണ്ടാകുന്ന മസിൽ പെയിന് കുറക്കാനോ ഇത് സഹായിക്കും. അപ്പോൾ ഇനി ബത്തക്ക വാങ്ങിക്കുമ്പോൾ തോട് കളയല്ലേ. ഞാൻ അതിനെ കൊണ്ടൊരു സൂപ്പർ തോരൻ ഉണ്ടാക്കും. എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ തോടിൻ്റെ മേലിൽ ആ ഡാർക്ക് പച്ച കളർ തൊലി ഉണ്ടല്ലോ, അതൊന്ന് ചെത്തി കളയണം. എന്നിട്ട് ഇത് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായി തോന്നിയേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞാലും മതി. ഇനി നമുക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൂടെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കടു ഒന്ന് പൊട്ടാൻ വെയിറ്റ് ചെയ്യും. കടു പൊട്ടി തുടങ്ങുമ്പോൾ ഒരു അര കഷ്ണം സവാള മുറിച്ചത് ഇട്ട് നല്ലോണം വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളകും കറിവേപ്പിലയും ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഈ തോടങ്ങ് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. അത്യാവശ്യം വെന്ത് വരുമ്പോൾ ഒരു 2-3 വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളമെല്ലാം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു തോരനാണ്. അപ്പോൾ ഇനി ബത്തക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കാൻ മറക്കണ്ട. അല്ല, നാട്ടിലെവിടെയാന്ന് പറഞ്ഞില്ലല്ലോ.